IPL 2026 സീസൺ ഈ ഒരാഴ്ച കൊണ്ട് അവസാനിക്കാൻ പോകുന്നു. അതിൽ ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് RCB, GT, ഹൈദരാബാദ് ഇവർ മൂന്ന് പേരുമാണ് ഇപ്പം പ്ലേ ഓഫിൽ അർഹത നേടിയിട്ടുള്ളത്. നമ്മൾ ഇന്നലത്തെ കളി കണ്ടു, RCBയും ഹൈദരാബാദുള്ള കളി. അതിൽ ഇതുവരെ കളിച്ച ഒരു കളിയല്ലായിരുന്നു ഹൈദരാബാദ് ഇന്നലെ കളിച്ചത്. കാരണം അവർ തുടക്കത്തിൽ തന്നെ അഭിഷേക് ശർമ്മ 56 റണ്ണ്, അത് 22 ബോൾ 56 റണ്ണ്. ഇഷാൻ കിഷാൻ നമുക്കറിയാം ഒരു സ്റ്റൈലിഷ് പ്ലെയറാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ക്ലാസ് വീണ്ടും ഇന്നലെ തെളിയിച്ചിട്ട് 79 റണ്ണാണ് അദ്ദേഹം ഇന്നലെ എടുത്തത്. പിന്നെ ട്രാവിസ് ഹെഡ്, ക്ലാൻസൺ, ഒരു അപാര ടീം തന്നെയാണ് ഹൈദരാബാദ്. ഇപ്പം പഞ്ചാബ് നമുക്കറിയാം തുടക്കം തൊട്ട് തന്നെ ആദ്യത്തെ 7 കളി ജയിച്ച് വന്നിട്ട് പിന്നൊരു 7 കളി തോറ്റുപോയ ഒരു ടീമാണ് പഞ്ചാബ്. നമ്മൾ ആദ്യത്തെ ഒരു IPL പകുതി ആകാറായപ്പോൾ തന്നെ നമ്മൾ ആദ്യമേ ഓർത്തത് പഞ്ചാബ് അല്ലെങ്കിൽ ബാംഗ്ലൂർ കപ്പടിക്കും എന്നാണ്. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും പ്രവചനങ്ങൾ തെറ്റിച്ചുകൊണ്ടാണ് ഒരു രാജസ്ഥാനോട് തോറ്റ് തുടങ്ങിയ പഞ്ചാബ് പിന്നെ ഇങ്ങോട്ടുള്ള സീസണിൽ എല്ലാ ടീമിനോടും തോക്കുന്നതാണ്. അതുവരെ നമ്മൾ പൊക്കിപ്പിടിച്ച ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസി, കാരണം ഇന്ത്യൻ ടീമിലോട്ട് പോലും ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസി പരിഗണിച്ച് വരുന്ന സമയത്താണ് പഞ്ചാബിൻ്റെ ഈ അടുപ്പിച്ചുള്ള തോൽവിയും കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ ഇനിയിപ്പം ആദ്യമേ നമ്മളിപ്പം ആദ്യത്തെ 4 കളി ആദ്യത്തെ ഒരു 3 ടീം പ്ലേ ഓഫ് ഉറപ്പിച്ച RCB, GT, ഹൈദരാബാദ്, ഇവർക്ക് 3 പേർക്കും 18 പോയിന്റ് വീതമാണ്. അതിൽ ഏറ്റവും കൂടുതൽ റൺ റേറ്റ് വെച്ച് RCB ആണ് 1ാം സ്ഥാനത്ത്, GT 2ാം സ്ഥാനത്ത്, SRH 3ാം സ്ഥാനത്ത്. 3 ടീമിനും 18 വെച്ച് തുല്യമായ പോയിന്റ് ഉണ്ട്. അതിൽ ആദ്യത്തെ ക്വാളിഫയർ വരുന്നത് RCBയും GTയും തമ്മിലാണ്. ഇപ്പം ഇത്രയും വർഷത്തെ, അതായത് ഇത്രയും വർഷത്തെ സീസണിൻ്റെ വെച്ചിട്ട് ആദ്യ 2 സ്ഥാനക്കാരെങ്കിലുമാണ് കപ്പടിക്കാൻ ഇതുവരെ സാധ്യത കപ്പടിച്ചിട്ടുള്ളത്. കാരണം ഇത്ര ചരിത്രം ഈ തവണ ചരിത്രം മാറുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പിന്നെ ഇനി നമുക്ക് അറിയേണ്ടത് 4ാം സ്ഥാനത്ത് ആര് കയറും എന്നാണ്. 4ാം സ്ഥാനത്ത് ഇപ്പം കയറാൻ ചാൻസ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് രാജസ്ഥാനാണ്. കാരണം മുംബൈയുടെ കയ്യിലാണ് ഇനിയുള്ള 4ാം സ്ഥാനത്തിനുള്ള കളി ആര് കളിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. കാരണം രാജസ്ഥാനാണ് ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും പോയിന്റ് ഉള്ളത്, 14 പോയിന്റ്. ഇപ്പം മുംബൈ ആയിട്ട് രാജസ്ഥാൻ ജയിച്ചാൽ 16 പോയിന്റോട് കൂടി അവർ പ്ലേ ഓഫിൽ കിടക്കാൻ സാധ്യതയുണ്ട്. 16 പോയിന്റായിട്ട് 4ാം സ്ഥാനത്ത് പ്ലേ ഓഫിൽ കയറാൻ രാജസ്ഥാന് ചാൻസ് ഉണ്ട്. നീ മുംബൈ ജയിച്ചെങ്കിൽ പിന്നെയുള്ള സാധ്യത എന്ന് പറയുന്നത് പഞ്ചാബ്, KKR ആണ്, DC. അതിൽ പഞ്ചാബിനും KKRും 13 പോയിന്റ് വീതമുണ്ട്.